Hello viewers, welcome back to Malayalees channel. നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് അൺബോക്സിംഗ് റിവ്യൂയും ചെയ്യാൻ പോകുന്നത് ഒപ്പോന്റെ ബഡ്ജറ്റ് കാറ്റഗറിയിൽ വരുന്ന A53 എന്നുള്ള മോഡലാണ്. ഇത് 90 Hz റിഫ്രഷ് റേറ്റ് വരുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നല്ല ക്യാമറ ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു ഫോണാണ്. നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ Oppo A53. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്സ് ആയിട്ട് പറയേണ്ടത് 90 Hz നിയോ ഡിസ്പ്ലേ, 18 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജർ, 16 മെഗാപിക്സൽ AI സെൽഫി ക്യാമറ, 5000 mAh ബാറ്ററി, പിന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ ഫോൺ. നമുക്ക് ഇതിന്റെ അൺബോക്സിംഗ് ഒന്ന് ചെയ്ത് നോക്കാം. ഇതിൽ ബോക്സിൽ വരുന്നത് ബുക്ക്ലെറ്റ്, പിന്നെ TPU കേസ്, പിന്നെ ഒരു ഫാസ്റ്റ് ചാർജർ, പിന്നെ ടൈപ്പ് സി കേബിളും. ഇൻഹാൻഡ് ഫീലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ്. അതിനൊരു 3D വേവ് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പ്രീമിയം ലുക്കും ഒരു നൈസ് ഫിനിഷ് ഒക്കെയാണ് ഫോണിന്റെ ബാക്ക് സൈഡ് കാണുന്ന സമയത്ത്. അധികം വലിയ സൈസ് ഒന്നുമില്ല. ഹാൻഡിൽ പിടിക്കുന്ന സമയത്ത് നല്ലൊരു ഫീലിംഗ് തന്നെയാണ് ഉള്ളത്. പിന്നെ വെയിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 186 ഗ്രാംസ് ആണ് വെയിറ്റ്. അതുകൊണ്ട് തന്നെ ലൈറ്റ് വെയിറ്റ് ഫോണാണ്. തിക്നെസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 8.4 mm ആണ് തിക്നെസ്. അതുകൊണ്ട് തന്നെ നല്ല സ്ലീക്ക് ഡിസൈൻ ഉള്ള ഫോണാണ്. ഇതിന്റെ പോർട്സ് ആൻഡ് ബട്ടൺസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നത് 3.5 mm ഓഡിയോ ജാക്കും പ്രൈമറി മൈക്രോഫോണും ടൈപ്പ് സി പോർട്ടും പിന്നെ സ്പീക്കർ ഗ്രില്ലുമാണ്. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് പ്രത്യേകിച്ച് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ഒരു പ്ലെയിൻ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടണും അതിന്റെ മുകളിലായിട്ട് ഒരു സിം ട്രേയും കൊടുത്തിട്ടുണ്ട്. സിം ട്രേന്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഡെഡിക്കേറ്റഡ് സിം ട്രേ ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ 2 നാനോ സിമ്മും ഒരു എക്സ്റ്റേണൽ മെമ്മറി കാർഡും ഒരേ സമയം ഇടാൻ കഴിയും. നമുക്കിനി ഫോൺ ഒന്ന് ഓൺ ആക്കി നോക്കാം. അപ്പോൾ ഫോൺ ഓൺ ആയിട്ടുണ്ട്. പിന്നെ ഡിസ്പ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ 6.5 ഇഞ്ചിന്റെ HD+ IPS LCD ഡിസ്പ്ലേ ആണ്. FHD ഡിസ്പ്ലേ അല്ല. പിന്നെ ഡീസെന്റ്ലി ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ്. ഔട്ട്ഡോറും ഇൻഡോറും നിങ്ങൾക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്ന ടൈപ്പ് ഒരു ബ്രൈറ്റ്നസ് ലെവലാണ് ഡിസ്പ്ലേക്ക് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും മെയിൻ കാര്യം എന്താന്ന് പറഞ്ഞാൽ 90 Hz റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. അതും ഈ ബഡ്ജറ്റ് കാറ്റഗറിയിൽ വരുന്ന ഫോണിന് 90 Hz റിഫ്രഷ് റേറ്റ് ഓൾമോസ്റ്റ് ആദ്യമായിട്ട് തന്നെയാണ്. സ്ക്രീൻ ടു ബോഡി റേഷ്യോനെ കുറിച്ച് പറയുകയാണെങ്കിൽ 89% മുകളിലാണ് ഇതിന്റെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ. അതുകൊണ്ട് തന്നെ സൈഡിലൊന്നും അധികം വെസൽസ് കാണാൻ പറ്റുന്നില്ല. സ്പെസിഫിക്കേഷൻസിന്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 460 പ്രൊസസ്സറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 4GB 64GB വേരിയന്റും 6GB 128GB വേരിയന്റുമാണ് ഫോൺ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 4GB 64GB വേരിയന്റിന്റെ വില എന്ന് പറയുന്നത് 13,000 രൂപയാണ്. 6GB 128GB വേരിയന്റിന്റെ വില എന്ന് പറഞ്ഞാൽ 15,500 രൂപയാണ്. ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ColorOS 7.2 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് Android 10-ലാണ് റൺ ചെയ്യുന്നത്. ഇതിനകത്ത് ഒരു ബാൻഡ് ആപ്പ് പോലും പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് കാണുന്നില്ല. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഇനി ബാറ്ററിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ് ഫോണിന് കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറും കൊടുത്തിട്ടുണ്ട്. ഫാസ്റ്റ് ചാർജർ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ സ്പീഡിൽ ബാറ്ററി ചാർജ് ആവുകയും ഒരു ദിവസവും അല്ലെങ്കിൽ 1.5 ദിവസത്തിന്റെ അടുത്ത് ബാറ്ററി ലാസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനി സെക്യൂരിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫിംഗർ പ്രിന്റ് സെൻസറും ഫേസ് അൺലോക്കും ആണ് സെക്യൂരിറ്റി ആയി കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾ ഫിംഗർ പ്രിന്റ് സെൻസറും ഫേസ് അൺലോക്കും ഒന്ന് സെറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഫിംഗർ പ്രിന്റ് സെൻസറും ഫേസ് അൺലോക്കും എങ്ങനെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. വളരെ സ്പീഡിൽ തന്നെ ഫിംഗർ പ്രിന്റ് വെച്ച് അൺലോക്ക് ആവുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ സ്പീഡിൽ തന്നെ ഫേസ് അൺലോക്ക് വെച്ചും അൺലോക്ക് ആവുന്നുണ്ട്. ഇനി കണക്ടിവിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡ്യുവൽ 4G സിം ഉപയോഗിക്കാൻ കഴിയും. വൈഫൈ കോളിംഗ് അവൈലബിൾ ആണ്. ബ്ലൂടൂത്ത് 5 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലേറ്റസ്റ്റ് ബ്ലൂടൂത്ത് ടെക്നോളജിയാണ് ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ FM റേഡിയോ സപ്പോർട്ട് അവൈലബിൾ ആണ്. ഇതിൽ പ്രത്യേകിച്ച് നോട്ടിഫിക്കേഷൻ ലൈറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ SAR വാല്യൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹെഡ് വാല്യൂ 1.1ഉം ബോഡി വാല്യൂ 0.82 ആണ്. ഇനി മൾട്ടിമീഡിയ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം ഇതിനകത്ത് പല ഓഡിയോ മോഡുകൾ അവൈലബിൾ ആണ്. HD+ സ്ക്രീൻ ആണെങ്കിലും നല്ലൊരു സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഉള്ളതുകൊണ്ട് ഇതിൽ നല്ലൊരു വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് ഫോണിന് കിട്ടുന്നത്. ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് Oppo A53 കൊടുത്തിട്ടുള്ളത്. 13 മെഗാപിക്സലിന്റെ പ്രൈമറി ക്യാമറയും 2 മെഗാപിക്സലിന്റെ ഡെപ്ത് ക്യാമറയും 2 മെഗാപിക്സലിന്റെ മാക്രോ ക്യാമറയാണ് പുറകുവശത്ത് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ 16 മെഗാപിക്സലിന്റെ പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് മുൻഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ക്യാമറയിൽ വീഡിയോസ്, ഫോട്ടോസ്, പോർട്രേറ്റ് അങ്ങനെ പല മോഡുകളും അവൈലബിൾ ആണ്. 1x, 2x, 5x എന്നുള്ള സൂം ലെവൽസും കൊടുത്തിട്ടുണ്ട്. 5x ഞങ്ങൾ ഫോട്ടോ എടുത്ത് സൂം ചെയ്ത് നോക്കുന്ന സമയത്ത് പിക്സലേറ്റഡ് ഒന്നും ആവാണ്ട് നല്ല ക്ലാരിറ്റിയിൽ തന്നെ ഫോട്ടോ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഈ ഫോണിലെടുത്ത മറ്റു ചില ഫോട്ടോസ് നിങ്ങൾക്ക് കാണിച്ചു തരാം.
ഇനി വീഡിയോ റെസൊല്യൂഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ മാക്സിമം നമുക്ക് എടുക്കാൻ പറ്റുന്നത് 1080p റെസൊല്യൂഷനാണ്. പിന്നെ ഇതിൽ സ്ലോ മോഷൻ റെക്കോർഡിംഗ് കൊടുത്തിട്ടില്ല. ഇനി ഫോണിന്റെ ഒരു ഓവറോൾ ഇംപ്രഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നെഗറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ A52 ഇതിനേക്കാൾ നല്ലൊരു പ്രൊസറാണ് ഉപയോഗിച്ചിരുന്നത്. 6 സീരീസ് പ്രൊസറാണ് ഉപയോഗിച്ചിരുന്നത്. A53 അത് 4 സീരീസ് പ്രൊസറായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഹൈ പെർഫോമൻസ് ഗെയിമിങ്ങിന് പറ്റിയൊരു ഫോണാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സജസ്റ്റ് ചെയ്യില്ല. പിന്നെ സ്ലോ മോഷൻ റെക്കോർഡിംഗ് ഇല്ല എന്നുള്ളതും ഒരു പോരായ്മ തന്നെയാണ്. പോസിറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു റെഗുലർ യൂസേജിന് പറ്റിയൊരു ഫോൺ തന്നെയാണ്. കാരണം ഇതിന്റെ റാം കപ്പാസിറ്റിയും ഇതിന്റെ പ്രൊസറും എല്ലാം വെച്ച് ഒരു റെഗുലർ യൂസേജിന് നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെ ഫോൺ യൂസ് ചെയ്യാൻ കഴിയും. നല്ല ഡിസ്പ്ലേ ആണ്, വിത്ത് 90 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉണ്ട്. പിന്നെ നൈസ് ബാറ്ററി ആണ്. പിന്നെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. USB Type-C ആണ്. അതുകൂടാതെ നല്ലൊരു പ്രീമിയം ലുക്ക് തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഫോണിന് ഒപ്പോ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബട്ട് മലയാളീസിന്റെ ബാക്കി വീഡിയോകൾ കാണാൻ മറക്കാതിരിക്കുക. താങ്ക് യു.